അവിടെ നിന്നും ഒരു കവ്വായും കഴിച്ച് യാത്ര തുടരുകയാണ്. ബസ്സിലിരുന്ന് യാത്ര തുടരുമ്പോൾ ഞാൻ ഈ കുങ്കുമപ്പൂ എങ്ങനെയാണ് കാശ്മീരിൽ എത്തിച്ചേർന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സൂഫി സന്യാസികൾ ഇത് ഇവിടെ എത്തിച്ചുവെന്നും അതല്ല ബുദ്ധമത സന്യാസികളാണ് ഇതിവിടെ എത്തിച്ചതെന്നും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. ഏതായാലും പാംപൂരിൽ കുങ്കുമപ്പൂ എത്തിയതും അതുപോലെ തന്നെ അത് കാശ്മീരിൻ്റെ തന്നെ ഒരു രാജകീയ പദവിയിലേക്ക് എത്തിയതും ഒക്കെ ചരിത്രമായി തീർന്നിരിക്കുകയാണ്. പുരാതന കാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ വസ്ത്രങ്ങൾക്ക് നിറം നൽകാനും സുഗന്ധദ്രവ്യമായും ഈ കുങ്കുമപ്പൂവിനെ ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ റോമൻ സംസ്കാരങ്ങളിൽ മുറിവുകൾ ഉണക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും കുങ്കുമപ്പൂ ഔഷധമായി ഉപയോഗിച്ചിരുന്നു. ഐതിഹ്യമനുസരിച്ച് ക്ലയോപാട്ര സുഗന്ധത്തിനും ചർമ്മ സംരക്ഷണത്തിനുമായി കുങ്കുമപ്പൂവ് ചേർത്ത പാലിൽ കുളിക്കാറുണ്ടായിരുന്നത്രേ. ഹിന്ദു ബുദ്ധ മതങ്ങളിൽ ചടങ്ങുകൾക്കും തിലകം ചാർത്തുന്നതിനും പവിത്രമായ നിറമായി കുങ്കുമപ്പൂ ഇന്നും ഉപയോഗിച്ചു വരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള കുങ്കുമപ്പൂവ് കാശ്മീരിലേതാണെന്ന് കരുതപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശത്തുള്ള കാശ്മീരിലെ മണ്ണും കാലാവസ്ഥയുമാണ് ഇതിന് മികച്ച നിറവും സുഗന്ധവും നൽകുന്നത്. നിലവിൽ ഇതിന് GI ടാഗ് ലഭ്യമായിട്ടുണ്ട്. 1 കിലോ കുങ്കുമപ്പൂ ലഭിക്കാൻ ഏകദേശം 1.5 ലക്ഷത്തോളം പൂക്കൾ കൈകൊണ്ട് വിളവെടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ഉയർന്ന വിലയ്ക്ക് പ്രധാനമായ കാരണം. മതപരമായ ചടങ്ങുകളിലും ആചാരങ്ങളിലും കുങ്കുമപ്പൂവിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ വിശുദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം ചന്ദനത്തോടൊപ്പം കുങ്കുമപ്പൂവ് അരച്ചു ചേർത്ത് നെറ്റിയിൽ തിലകം ചാർത്തുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളിൽ നടത്തുന്ന അഭിഷേകത്തിന്, പ്രത്യേകിച്ച് പാലഭിഷേകത്തിന് കുങ്കുമപ്പൂവ് ചേർത്ത പാനീയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ നിറം സാഫ്രൺ ഇല്ലെങ്കിൽ ഓറഞ്ച് ത്യാഗത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. അതിനാൽ സന്യാസിമാരും ആത്മീയ ഗുരുക്കളും ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഈ നിറത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവാൻ വിഷ്ണുവിനും ഗണപതിക്കും കുങ്കുമപ്പൂവ് അർപ്പിക്കുന്നത് ഏറെ പുണ്യകരമായി കരുതപ്പെടുന്നു. മഹാവിഷ്ണുവിനും കൃഷ്ണനും അർപ്പിക്കുന്ന പ്രസാദങ്ങളിലും പായസങ്ങളിലും കാശ്മീരി കുങ്കുമപ്പൂവ് ചേർക്കാറുണ്ട്. ജൈനമത വിശ്വാസികൾ തങ്ങളുടെ തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങൾ പൂജിക്കാൻ ചന്ദനവും കുങ്കുമപ്പൂവും ചേർത്ത മിശ്രിതം ഉപയോഗിക്കുന്നു. ബുദ്ധമത സന്യാസികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ നിറം കുങ്കുമപ്പൂവിൻ്റേതാണ്. ഇത് അവരുടെ ലളിത ജീവിതത്തെയും ആത്മീയമായ ഉണർവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. പവിത്രമായ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിനും ചില പ്രത്യേക ആചാരങ്ങളിലും കുങ്കുമപ്പൂ കലർത്തിയ ജലം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നാം കുങ്കുമപ്പൂവിൻ്റെ ചരിത്രത്തെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും അതിൻ്റെ ഇന്നത്തെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിച്ചിരുന്ന ബസ് ഇപ്പോൾ അവന്തിപ്പൂർ എത്തിച്ചേരുകയുണ്ടായി. ബസ്സിൽ നിന്ന് ഇറങ്ങിയ സഹയാത്രികർക്കൊപ്പം ഞാനും അവന്തിപ്പൂർ എന്ന ഈ ചരിത്ര പ്രധാനമായ സ്ഥലം സന്ദർശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവന്തിപ്പൂർ എന്നത് വളരെയേറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പുരാതന സ്ഥലമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ സ്ഥലം ഇന്ന് ഒത്തിരിയേറെ യാത്രികരെ, പ്രത്യേകിച്ചും പഹൽഗാമിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രികരെ ആകർഷിക്കുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ്. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു പട്ടണമാണ് ഇന്ന് അവന്തിപ്പൂർ.
ശ്രീനഗറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 855 കാശ്മീർ ഭരിച്ചിരുന്ന ഉൽപ്പല രാജവംശത്തിലെ പ്രശസ്തനായ അവന്തിവർമ്മൻ രാജാവാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് നിന്നാണ് അവന്തിപൂർ എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിക്കുന്നത്. പുരാതന കാലത്ത് കാശ്മീരിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ അവന്തിപൂർ. അവന്തിപൂർ പ്രധാനമായും അറിയപ്പെടുന്നത് അവിടുത്തെ അതിമനോഹരമായ 2 ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി അവന്തി സ്വാമി ക്ഷേത്രം. ഇത് ഭഗവാൻ വിഷ്ണുവിനായി സമർപ്പിച്ചിട്ടുള്ളതാണ്. രാജാവാകുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. രണ്ടാമത്തേത് അവന്തീശ്വര ക്ഷേത്രമാണ്. ഇത് ഭഗവാൻ ശിവനായി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ 2 ക്ഷേത്രങ്ങളും 10-ാം നൂറ്റാണ്ടിലുണ്ടായ ഭൂകമ്പങ്ങളിലും പിന്നീട് വന്ന അധിനിവേശനങ്ങളിലും തകർക്കപ്പെട്ടു. നിലവിൽ ഇവ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ നാം ഇതിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരുന്ന ലോക്കൽ ഗൈഡ് ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വിവരിച്ചു തരുന്നതാണ്. नमस्कार। जिस जगह पे आप आए हैं, इस जगह का नाम है सर अवंतीपुर, जो कश्मीर की राजधानी कैपिटल था कश्मीर का 1200 साल पहले। अवंतीपुर जो आजकल कैपिटल श्रीनगर, मुगल के दौर में श्रीनगर कैपिटल बन गया। महाराजा अवंतीवर्मन उड़ीसा से आए थे, उत्पला डायनेस्टी, वो कश्मीर के लिए तीसरी डायनेस्टी। ഈ അവന്തിവർമ്മൻ രാജാവ് ഒഡീഷയിൽ നിന്നാണ് വന്നത്. അപ്പം നമ്മളിത് ഒരു പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ശിവനും വിഷ്ണു ക്ഷേത്രമാണെന്ന് പറഞ്ഞില്ലേ. ഇത് രണ്ടും രണ്ടല്ല ഒന്നാന്ന് പറയുന്ന ഒരു രീതി തന്നെയായിരുന്നു ഇവര് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അശോക ചക്രവർത്തി जिन्होंने यहाँ आकर शहर बसवा लिया AD 855 9th सेंचुरी। AD 8 तक उन्होंने 28 सालों में उस समय यहाँ पे कुछ मंदिर उन्होंने बनवाया था, और उसमें से यहाँ पे 2 मंदिर नजर आता है विष्णु भगवान के नाम पर, और 1 किलोमीटर ऐसे ही पीछे छोड़कर आए हैं। इससे छोटा सा, इससे ज़्यादा डिमोलिश शिव जी के नाम। ഇത് വിഷ്ണുവിന്റെ കുറച്ച് പുറകിലായിട്ട് ശിവന്റെ പണിതത്. फिर हिस्ट्री के मुताबिक 500 साल तक ये अच्छी कंडीशन में रहा। 14th सेंचुरी रियलिटी 14th सेंचुरी में अफगानी रूलर का कब्जा भी है। तो उस पीरियड में कहीं कहीं जगह बाहर भी डिमोलिश हुआ, जैसे यहाँ पे जिसको सिटी सौंपा गया था उसका नाम था शाह सुल्तान मीर, दूसरा नाम उसको रखा गया था बुत शिकन, मूर्ति का नाम शिकरदोर में। उस पीरियड में पूरा इंडिया कहीं कहीं जगह डिमोलिश हुआ, जैसे यहाँ पे कुछ टेम्पल मार्टन टेम्पल महाबलीपुरम नालंदा यूनिवर्सिटी। उसके बाद भूकंप अर्थ की 14th सेंचुरी 1424 ईस्वी में 15वीं सदी भूकंप के कारण जगह जगह मिट्टी का माउंटेन टूट गया जो रेत वाला था। यहाँ साथ में लिवर जहलिम नदी चलती थी। जहलिम नदी के कारण फ्लड आ गया था, फ्लड के कारण अंडर द मड हो गया ओल्ड से, और ये मंदिर भी पूरा ढक गया था मिट्टी के अंदर। इसका गेट का ऊपर हिस्सा दिखाई दे रहा था। जब यहाँ ब्रिटिश गवर्नमेंट का पीरियड रहा, उसमें 1913 से लेकर 1923 तक एक्सक्यूवेट നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ജലം നദിയില്ലേ ഫ്ലഡ് വന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇരട്ടിക്കൊക്കെ ഉണ്ടായല്ലോ. ഇരട്ടിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാണ്. കൂടാതെ ഈ ജലം നദി ഫ്ലഡ് വന്ന സമയത്ത് ഇത് മൊത്തം മണ്ണ് കൂടിപ്പോയി. അതാ പറയുന്നത്. और जब ब्रिटिश पीरियड का यहाँ रहा था, उसमें रखलदास बनर्जी बंगाली आर्कियोलॉजिकल इंजीनियर जिन्होंने एक्सकेवेट किया था 1930 से लेकर 1923 तक, और इस मंदिर में अंदर 5 मंदिर बना हुआ था। इसका नाम था पंचायतना मंदिर, और 5 के नाम से क्या लोग जाने जाते हैं? 5 पांडव। पांडव कश्मीर में नहीं आए। पांडव लोग 5000 साल पहले हिमाचल से जम्मू की तरफ, जम्मू में 2-4 जगह पे बना के रखा। उसके बाद पहली डायनेस्टी बुद्धिज्म आ गया, जगह जगह उन्होंने मंदिर बनाया। उनका मंदिर नेचुरल नजर आता है, या तो डिस्ट्रॉय है या तो आज भी एक्सकवेशन में मिलता है। उसके बाद सबसे पावरफुल डायनेस्टी हिंदुइज्म का कारकोटा, जिसने कश्मीर में रुक गया था ललित आदित्य मुक्तापिल। ललित आदित्य ने पहला मंदिर बनाया।
शिव जी शंकराचार्य मंदिर डल लेक के ऊपर जहाँ पे स्थापना किया था शंकराचार्य जी। ശങ്കരാചാര്യ മഠത്തിൽ അവിടെ നമ്മൾ പോകുന്നുണ്ട്. ശങ്കരാചാര്യ മഠം അവിടെ ഒരു വലിയൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ഒരു ശിവലിംഗവും അതുപോലെ തന്നെ ശങ്കരാചാര്യ വന്നിരുന്ന ഒരു ഗുഹയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ അങ്ങോട്ട് പോകും. फिर उन्होंने राजधानी बनाई, साथ साथ में पट्टन प्रयासपुरा, साथ साथ में मंदिर भी बनाए। लास्ट पीरियड में उन्होंने सबसे बड़ा टेम्पल कश्मीर में बनाया मार्कंड सूर्य देव का मंदिर। उसके बाद ये महाराजा अवंती वर्मन आ गया। सर यहाँ पे आए। ट्रायंगल बनाने का उनका 2-4 कारण था। कश्मीर के लिए 2 ही कारण था। पहला बर्फ, सुनो, दूसरा मेन मजबूती। आज जो हम लोग बना रहे हैं मकान, मंदिर, मस्जिद, होटल, जो कुछ भी बना रहे हैं ट्रायंगल रूप ही बना रहे हैं। जिन्होंने मंदिर बनवाया था किंग अवंती वर्मन, उनके साथ वाइट के साथ रक्षा के लिए 2 शेर जो डेकोरेट किया गया था, लोटस फ्लावर, साथ में जो पैनल दिया गया 9 सर्कल का, ये 9 प्लैनेट्स, 9 ग्रह। सर इस साइड गंगा देवी था, रिवर गार्ड, उस साइड यमुना देवी, यहाँ पे गंगा देवी और ये गंगा देवी और कुछ खजरा के पेजेस बना हुआ है। खजरा के पेजेस क्या है? कामदेव, उनकी वाइफ रति। खजरा से पहले यही मंदिर बना था 9th सेंचुरी में, खजरा बना 11th सेंचुरी में। और सर 1200 साल पहले जितने भी ओल्ड टेम्पल है पूरा इंडिया में, उस टाइम सीमर चूनागार इस्तेमाल नहीं किया गया। उस टाइम कैसे जोड़ा जाता था? इंटरलॉकिंग। नया जो 2 मंदिर बना दिल्ली में, अक्षरधाम, अयोध्या मंदिर, दोनों मंदिरों को ही जोड़ा गया इंटरलॉकिंग सिस्टम। और यहाँ पे विष्णु भगवान लाइमस्टोन, ये बारामूला चित्रकूट से लाया गया था, आज भी वहीं से लाना पड़ता है। उसमें कार्विंग अच्छी बनती थी और साथ में क्लाइमेट के कारण भी अच्छा था। और यहाँ पे विष्णु भगवान लेटे हुए, ഇതിൽ ഫുള്ള് കാർവിങ്സ് ആയിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് അത് മൊത്തം ഇതായിട്ട് കാണാൻ പറ്റാത്ത വിഷ്ണു ഭഗവാൻ ഇങ്ങനെ അനന്തശയനം നടത്തുന്ന രീതിയാണ്. और नीचे शेषनाग, उसके नीचे यमुना देवी। यमुना देवी का वाहन कछुआ था, गंगा देवी का क्रोकोडाइल। सर यहाँ पे ध्यान दीजिए, आई एम सॉरी, इसके चारों तरफ छोटे छोटे मंदिर बना हुआ था 69, जिसमें गर्भगृह से लेकर गर्भगुड़ी से लेकर मेन मंडप तक पुजारी पूजा करते थे। खुदाई के दौरान यहाँ पे सारा मूर्तियाँ मिली, कुछ टूटा हुआ, कुछ अच्छी कंडीशन में। जो मेन सिल्वर स्टैचू मिला वो रखा गया लंदन म्यूजियम, क्योंकि रूल था ब्रिटिश गवर्नमेंट का जब इसको एक्सकेवेट किया गया। जो बाकी मिला ब्लैक स्टोन का, उसमें कुछ टूटा हुआ, कुछ अच्छे, वो श्रीनगर, हाँ वो श्रीनगर ओल्ड सेक्रेट के साथ में बनाया गया। नाम रखा गया उस मंदिर का गदर, वहाँ स्टोर करके भी रखा गया, वहाँ लाइब्रेरी भी बना हुआ है। तो अगर आप वहाँ नहीं जाओगे, श्रीनगर लाल चौक के बगल में आता है म्यूजियम, SPS शेरी प्रताप सिंह म्यूजियम, वहाँ पे यहाँ की 5 मूर्ति और जगह जगह की 1-1, 2-2 मूर्ति। और जब तक ये पूरा रिनोवेट नहीं होगा तब तक मूर्तियाँ वापस नहीं आएंगे, क्योंकि तब तक पूजा भी नहीं होगा खंडित में, तब तक मूर्तियाँ भी वापस नहीं रखेंगे जब तक ये पूरा नहीं बनेंगे। और यहाँ पे जो 5 मंदिर था पंचायत है ना, 5 मंदिर 4 कार्नर पे 4 मंदिर था। ये वाला गरुड़ जी का, गरुड़ा, इस साइड गणेश जी का, बैक साइड भूदेवी, शेरी देवी भूदेवी मेन था गर्भगृह विष्णु भगवान, जहाँ पे सिल्वर स्टैचू मिला। ये मेन मंडप था जिसके सेंटर में ध्वजस्तंभ, ये ध्वजस्तंभ का बेस है। और वो लिटिल टेम्पल था 69। ലോക്കൽ ടൂർ ഗൈഡിൻ്റെ വിവരണം അവസാനിച്ചപ്പോൾ ഞാൻ ഈ മഹാനിർമ്മിതിയുടെ വാസ്തുവിദ്യയെപ്പറ്റിയും മറ്റുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീക്ക് ഗാന്ധാര ശൈലികളുടെ സ്വാധീനമുള്ള കാശ്മീർ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ കല്ലുകൾ അടുക്കി വെച്ചുള്ള നിർമ്മാണ രീതിയും തൂണുകളിലെ മനോഹരമായ കൊത്തുപണികളും ഇന്നും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കാശ്മീരിലെ പ്രശസ്തമായ മാർത്താണ്ഡ സൂര്യക്ഷേത്രത്തിൻ്റെ ശൈലിയോട് ഇതിന് വളരെയേറെ സാമ്യമുണ്ട്. ചരിത്രപ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. ആവന്തിപ്പൂരിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രധാന വ്യോമതാവളവുമുണ്ട്. ശ്രീനഗർ പഹൽഗാം യാത്രയ്ക്കിടയിൽ സന്ദർശിക്കാവുന്ന മനോഹരമായ ഒരു ചരിത്രഭൂമിയാണ് അവന്തിപ്പൂർ. കാശ്മീരിൻ്റെ പഴയകാല പ്രതാപം വിളിച്ചോതുന്ന ഈ ക്ഷേത്ര അവശിഷ്ടങ്ങൾ
യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബസ് അതിവേഗം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പഹൽഗാമിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ വഴിയോര കാഴ്ചകൾ കാണുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കാണാനിരിക്കുന്ന പഹൽഗാം എന്ന അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജമ്മു കാശ്മീരിലെ തന്നെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പഹൽഗാം. അനന്തനാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7200 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയൽക്കാരുടെ ഗ്രാമം എന്നാണ് പഹൽഗാം എന്ന പേരിൻ്റെ അർത്ഥം. ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് ഇതിനെ ഇത്രയേറെ ആകർഷണീയമാക്കുന്നത്. പഹൽഗാം അതിൻ്റെ പച്ചപ്പും ലീഡർ നദിയും പൈൻ കാടുകളും കൊണ്ട് അനുഗ്രഹീതമാണ്. ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള ഈ പ്രദേശം മിനി സ്വിറ്റ്സർലാൻഡ് എന്നും വിളിക്കപ്പെടാറുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ബെതാബ് വാലിയും ആരു വാലിയുമാണ്. ബെതാബ് എന്ന ഹോളിവുഡ് സിനിമ ഇവിടെ ചിത്രീകരിച്ചതിനാലാണ് ഈ വാലിക്ക് ഈ പേര് ലഭിച്ചിരിക്കുന്നത്. മനോഹരമായ പുൽമേടുകളും അരുവികളും ഇവിടെ. പഹൽഗാമിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയുള്ള അരു വാലി പ്രദേശം ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും പ്രശസ്തമാണ്. അമർനാഥ് യാത്രയുടെ പ്രവേശന കവാടമാണ് ചന്ദൻവാരി. മഞ്ഞുപാളികൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും ഇത് പേര് കേട്ടതാണ്. ലീഡർ നദി റിവർ റാഫ്റ്റിങ്ങിനും മീൻപിടുത്തത്തിനും സഞ്ചാരികൾക്ക് ഒത്തിരിയേറെ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് പ്രസിദ്ധമായ അമർനാഥ് യാത്ര ആരംഭിക്കുന്നത്. പ്രശസ്തമായ അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ പ്രധാന പാത തുടങ്ങുന്നത് പഹൽഗാമിലെ ചന്ദൻവാരിയിൽ നിന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ വഴിയിലൂടെ തീർത്ഥാടനത്തിനായി കടന്നു പോകുന്നത്. കൊളഹോയ് ഗ്ലേസിയറിലേക്കുള്ള ട്രെക്കിംഗ് പഹൽഗാമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശത്തുള്ള മനോഹരമായ ഒരു ഗോൾഫ് കോഴ്സ് ഇവിടെയുണ്ട്. പഹൽഗാമിലെ മലനിരകളും താഴ്വാരങ്ങളും ചുറ്റിക്കാണാൻ കുതിരസവാരി ഇവിടെ വളരെ പ്രശസ്തവുമാണ്. യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. ആ സമയങ്ങളിൽ ഇവിടെ കാലാവസ്ഥ വളരെ സുഖകരമായിരിക്കും. നവംബർ മുതൽ ഫെബ്രുവരി വരെ ഈ പ്രദേശം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കും. സ്നോ സ്കേറ്റിംഗ്, മഞ്ഞ് ആസ്വദിക്കാനും ഈ സമയം ഏറെ അനുഗ്രഹപ്രദമാണ്. കാശ്മീർ സന്ദർശിക്കുന്നവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരിടമാണ് പഹൽഗാം. ശ്രീനഗറിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വരുന്ന വഴിയിൽ കാണുന്ന ആവന്തിപ്പൂർ ക്ഷേത്രവും അതുപോലെ തന്നെ കുങ്കുമപ്പൂ പാടങ്ങളും ഈ യാത്രയെ അതിമനോഹരമാക്കുന്നു. ഇങ്ങനെ മനോഹരമായ പഹൽഗാമിലേക്കുള്ള യാത്രയിൽ ഉടനീളം വഴിയോരങ്ങളിലെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ഞാനിരിക്കുമ്പോൾ പഹൽഗാമിനെ ലക്ഷ്യമാക്കി നാം സഞ്ചരിക്കുന്ന ബസ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.